കാണാം കത്തിക്കരിഞ്ഞ നോട്ട് പോലായി മാറും. എൻ്റെ കൈ പോലും മൈലാഞ്ചിട്ട കൈമാരിയാണ്. ഞാൻ കൈ കഴുകി കാണിച്ചു തരാം. ഈ കറ പോകില്ല, അത്ര കഠിനമായ കറയാണ്. ഈ നോട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളീൻ. അപ്പൊ ഇനിയിപ്പോ ഈ നോട്ടുമെന്ന് ഈ കറ പോകും. ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായി ഇട്ടെടുക്കല്ല. ഇത് മനഃപൂർവ്വം ഒരാളാക്കിയതാണെന്ന് പറഞ്ഞാൽ ആക്കിയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കൊണ്ടുപോയാലോ ജാമ്യം പോലും തരികയില്ല. കാരണം നോട്ടിനെ നശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യുക. രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുകയില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇത് കാണിക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് പോകാത്ത ഒരു കറയേ ഉള്ളൂ. ഇരുമ്പുകറ പോകുകയില്ല. ഇരുമ്പുകറ മായ്ക്കുന്ന മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ആ മരുന്ന് കൊണ്ട് ഇരുമ്പുകറ മാത്രമേ മായ്ക്കാൻ സാധിക്കൂ. പക്ഷേ ഈ മരുന്ന് കൊണ്ട് ഇരുമ്പുകറ ഒഴിച്ച് ബാക്കി എല്ലാ കറയും മായ്ക്കാം. ഈ നോട്ട് ഇവിടെ ഇരിക്കും തോറും നിങ്ങൾക്ക് കാണാം കത്തിക്കരിഞ്ഞ നോട്ട് പോലായി മാറും. ഞാൻ കൈ കഴുകി കാണിച്ചു തരാം. ഈ കറ പോകില്ല, അത്ര കഠിനമായ കറയാണ്. ഈ നോട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളീൻ. അപ്പൊ ഇനിയിപ്പോ ഈ നോട്ടുമെന്ന് ഈ കറ പോകും. ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഞാൻ ഈ നോട്ടൊന്ന് വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. ഇരിക്കും തോറും കത്തിക്കഴിഞ്ഞ നോട്ടായി മാറി. ഈ നോട്ടിനെ മുന്നേ ഒന്ന് സൈഡ് കൊടുക്കുമ്പോൾ വണ്ടി പോകുന്നത്. ഈ നോട്ടിനെ ഞാൻ വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. വെള്ളത്തിന് കുറച്ച് കഴിവുണ്ട്. ഇതിൽ നിന്ന് പോകുന്നത് കളറുള്ള വെള്ളമാണ്. കുറച്ച് വെള്ളത്തിൽ കുറച്ച് കറ പോയി കിട്ടിയിട്ടോ. ചിലർ വിചാരിക്കും ചിലപ്പോൾ സോപ്പിട്ട് എഴുതാൻ പോകുന്ന കറയാണെന്ന്. ഞാൻ സോപ്പിട്ട് എഴുതി കാണിച്ചു തരാം. നമുക്കറിയാം നോട്ട് പേപ്പറാണ്. വെള്ളത്തിലും സോപ്പിലും കഴുകി കഴിഞ്ഞാൽ പിഞ്ചി കീറിപ്പോവും. ആർക്ക് കൊടുത്താൽ ഇത് കഴുകിയ നോട്ടാണ്, ഇത് വേണ്ട എന്നാണ് പറയുക. പക്ഷേ ഈ നോട്ട് ഞാൻ ആരുടെ കയ്യിലേക്ക് തരാം? എൻ്റെ ഈ മരുന്നിട്ടിച്ച നോട്ടാണോ? നോട്ടിന് പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ എന്തിനെ? ഇത് കഴുകിയ നോട്ടാണെന്നോ? ഈ നോട്ടിൽ വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് എഴുതി പോകാത്ത കറയോ അഴുക്കോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. ഇതിനപ്പുറം കഴുകിയാൽ നോട്ട് പിഞ്ചി കീറിപ്പോട്ടോ. വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴുകി ഈ കറ ഈ 50 രൂപ ഞാൻ ഈ തിരൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ കൊടുത്താലും 50 രൂപ വിലയുടെ ഒരു വസ്തു ആരും തരികയില്ല. ഈ 50 രൂപ ഉപയോഗശൂന്യമാണ്. പക്ഷേ ഞാൻ വിൽക്കുന്ന മരുന്ന് മോനെ വീണ്ടും ഒരു കുപ്പി മോനെ എടുത്തു തരും. ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഒരെണ്ണം എടുക്കും. ചെല്ലി ആയിരിക്കും അത് ഒറിജിനൽ, ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഈ 50 രൂപ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് ഈ ഡ്രസ്സിൽ ഈ കൊടുത്ത ആരെയും ഡ്രസ്സിൽ കറയുള്ള ഒരു വ്യക്തി ഉണ്ടോ? കറയുള്ള ആരെങ്കിലും ഈ കൊടുത്തിട്ടുണ്ടോ? കറയുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്നറിയാമോ? ഒഴിക്കുന്നതല്ല. ഈ ചെറിയ കുപ്പി 150 തുള്ളിയാണുള്ളത്. 15 മില്ലിയാണ്.